നിന്റെ ഡാഡിയുടെ ശത്രുവാണ് ഇവിടുന്ന് വന്നു പോയെന്ന് നിനക്ക് മനസ്സിലായില്ലേ? മാമി ഞാൻ ചെന്ന് അവര് സംസാരിച്ചപ്പോ ശത്രുതയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് uncle സംസാരിച്ചത്. 18 വയസ്സായപ്പോ ഇവക്ക് ഈ വോട്ടവകാശം കിട്ടി. അതിന്റെ അഹങ്കാരം ഇപ്പൊ ഈ കാണിക്കുന്നത്. ഇവളുടെ ചെലവിലെങ്ങനെ ഞങ്ങൾ ജീവിക്കേണ്ടി വന്ന് ഇവള് ഞങ്ങളെ വെച്ചേക്കോ? ഇങ്ങനെയൊക്കെ പറയണ എന്തിനാണ് അമ്മ? ഞാൻ പിന്നെ എങ്ങനെ പറയണ? ഞാൻ പറയണ നീയാണോ തീരുമാനിക്കേണ്ടത്? അതിന് മാത്രം ഇവിടെ എന്തെങ്കിലും നടന്നു പറയണല്ലെങ്കിലേ മക്കളെ അങ്ങേര് ഒന്ന് മച്ചമ്മയെ കുറ്റം പറഞ്ഞത് കേട്ടോ? അയ്യോ ഞാനത് കേട്ടില്ല. അവിടെയല്ലേ പ്രശ്നം. ഞാൻ അതിന് ശേഷം അവിടെ പോയത്. അപ്പൊ അവര് നല്ല നീ അങ്ങോട്ട് മറിച്ചേനെ. അങ്ങനെ കേട്ടിരുന്നെങ്കിൽ ഞാൻ പ്രതികരിച്ചേനെ. ഇത് അതൊന്നും ഞാൻ കേട്ടില്ല. നിനക്ക് നിന്റെ ഡാഡിയോട് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ മറ്റുള്ളവർ നിൽക്കുമ്പോ പറയരുത്. അതേ ഉള്ളു പ്രശ്നം. മാമി അവിടെ ഇല്ലായിരുന്നല്ലോ. ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇവർ അടി ഉണ്ടാക്കിയതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലേ. ഞാൻ ചെന്നപ്പോ അവര് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു. അപ്പൊ അങ്കിൾ വോട്ട് അവകാശത്തിന്റെ കാര്യത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഡാഡി DDT പാർട്ടിയിൽ ഉള്ളത് കൊണ്ട് വോട്ട് കൊടുക്കണമെന്നില്ല. എനിക്ക് ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടമാണെങ്കിൽ ചിലപ്പോ ഞാൻ വോട്ട് കൊടുക്കാതെ എന്റെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. അത്രയും ആവശ്യമില്ലായിരുന്നു. അങ്ങനെ പറയുന്നത്. അങ്ങനെയല്ലേ എല്ലാവരും വോട്ട് കൊടുക്കുന്നത്? വോട്ട് കൊടുക്കണത് പിന്നല്ലേ. ഇപ്പൊ ഞാൻ DDT പാർട്ടിക്ക് വോട്ട് എടുക്കണ പാർട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാ. ഞാൻ കൊടുക്കണതോ? മച്ചമ്മ എവിടെ നിൽക്കുന്നു? ഉള്ളതുകൊണ്ടല്ലേ അതിനകത്ത് വോട്ട് കൊടുക്കണത്. എന്റെ അമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ല അമ്മ. നമ്മള് ഭരിക്കാനുള്ള പാർട്ടിയല്ലേ നമ്മൾ. എവിടെ നിന്നാലും അത് നല്ലതാണ്. ഇനി നാളെ മച്ചമ്മ DDT പഠിച്ച് വേറെ സംഘടന രൂപീകരിക്കുന്ന അവിടെ വോട്ട് കൊടുക്കും. ഡാഡി ഉണ്ടോ ഒക്കെ അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തോ. പക്ഷെ നമ്മൾ ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടമായാൽ മാത്രമല്ലേ നമ്മൾ വോട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ല ഡാഡി ഉണ്ട് എന്റെ മാമൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ ചെയ്യാൻ നീ പാടില്ല. ആർക്കെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കും. നിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. തരത്തില്ലെന്നല്ല, ഞാൻ പഠിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഡാഡിയുടെ പാർട്ടിക്ക് വോട്ട് കൊടുക്കും. DDTക്ക് തന്നെ. അത് തന്നെ പഠിച്ച അല്ലാതെ ഡാഡി ഞാൻ എന്തേലും പറഞ്ഞോ? അറിവ് കൂടിയന്റെ. ആ പാവം പിടിച്ച മനുഷ്യൻ വിഷമിച്ചാ പോയേക്കണേ. എന്ത് പറയാനാ മക്കളെ തല മറന്ന് എണ്ണ തേക്കരുന്നൊരു പഴഞ്ചൊല്ലുണ്ട് പണ്ടുള്ളവർ. അന്ന് ഓർത്ത് വെച്ചാൽ മതി.